Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രോക്കാണ്. 2 to 4 years ബേബീസിന് ഇടാൻ പറ്റുന്ന ടൈബിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. 2 years ബേബി ആണെങ്കിൽ ഫുൾ ലെങ്ത്തിലും ഏകദേശം 4 years വരെയും നമുക്ക് നീ ലെങ്ത് വരെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ട് ടൈബിൾ ആയിട്ടുള്ള അടിപൊളി മോഡലാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ 2024 നമ്മളിൽ നിന്ന് പോയി 2025 എന്ന് പറയുന്ന ഒരു അടിപൊളി ഇയർ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് ഇനി ഈ വർഷമൊക്കെ എങ്ങനെ ആവണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഓരോ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെ വകയും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു ഇയർ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാതും നല്ലതുപോലെ തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൽ മാർക്കിങ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. 2024 ഞാൻ ഏകദേശം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് എവരി വെനസ്ഡേസിലും ഒരു ലോങ് വീഡിയോ ആയിട്ടും എല്ലാ സൺഡേസിലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് തുടങ്ങിയത്. അതിനുള്ള ടൈം ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് ഇങ്ങനെ വീഡിയോസ് വരുന്നത്. ഓൾറെഡി നമുക്ക് ആക്റ്റീവ് ഇൻകം കിട്ടുന്ന വേറെ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എങ്കിലും ഇതൊരു പാസീവ് ഇൻകം എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടം കൂടിയാണ് പുതിയ മോഡൽസ് എനിക്ക് തന്നെ തയ്ച്ച് എനിക്ക് തന്നെ ഇടാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ പുതിയ മോഡൽസൊക്കെ പുറമെ എടുക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ആവും. അപ്പോൾ നമ്മൾ ആ മോഡൽസുകൾ കണ്ട് മനസ്സിനകത്ത് അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ എനിക്ക് തുന്നാൻ കിട്ടുന്ന ഓരോ തുണിയിലും ഞാനത് പരീക്ഷിച്ചിട്ട് എനിക്കാണെങ്കിലും മോൾക്കാണെങ്കിലും പിന്നെ ആരെങ്കിലും പുറമെ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്കും അടിപൊളിയായിട്ട് ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ആക്റ്റീവായിട്ടുള്ള ഇൻകം അല്ല, പാസീവായിട്ടുള്ള ഇൻകമാണ്. അപ്പോൾ അത്രയും ടൈം മാത്രമേ ഞാൻ ഇതിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ എന്നെ പേഴ്സണലി അറിയുന്ന 2-3 പേരിൻ്റെ ചോദിച്ചായിരുന്നു, നിനക്ക് അത്യാവശ്യം വർക്ക് ലോഡ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി വേണം, ഇതൊന്നും നിനക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ, സബ്സ്ക്രൈബ് അക്കൗണ്ട്സ് കാര്യമായിട്ടില്ല, അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് അധികം വ്യൂസ് പോകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പതുക്കെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ചിലരൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് എനിക്ക് വേണ്ട സമയം കണ്ടെത്തുവാനായിട്ടും എനിക്ക് ഒരു മടിയുമില്ല. എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം കോൺഫിഡൻസ് ആണ്. ഒരാൾ പുറമെന്ന് വന്നിട്ട് ഇത് ചെയ്യണട്ടാ അത് ചെയ്യണട്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെയ്യിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോസായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഒരു ആമയെ പോലെ പതുക്കെ സ്റ്റെപ്പ് എടുത്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്നേയുള്ളൂ. പക്ഷേ ആമയും മുയലും കൂടി മത്സരിച്ചിട്ടും ആമ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പതുക്കെ കയറിയിട്ടാണെങ്കിലും ജയിക്കണം എന്നുള്ള ആവേശത്തോടു കൂടിയാണ് നമ്മുടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയിച്ച എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതായ കുറേ കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ ലാസ്റ്റ് കിട്ടിയ ആ ഒരു സക്സസ് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യലും. അതുപോലെ ഞാനും അത്യാവശ്യം സ്ട്രഗിൾസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇയർലിയും നമ്മളുടെ ചാനലിലെ വീഡിയോസിന് ഒരു കുറവുണ്ടാവില്ല. വീക്ക്ലി 1 വീഡിയോ എന്തായാലും ഞാൻ ഇട്ടിരിക്കും. എത്രയും തിരക്കുകൾക്കിടയിലാണെങ്കിലും ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. 2024 അടിപൊളിയായിട്ട് നമ്മുടെ ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് വരാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നേ.
ലാസ്റ്റ് ഇയർ നമ്മുടെ ചാനൽ കണ്ടിട്ട് 2-3 പേര് സ്റ്റിച്ചിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് അറിയാത്തവർ പോലും ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പോയിട്ട് ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ എന്നെ പേഴ്സണലി ഇൻഫോം ചെയ്തു, നീ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നവരായിരുന്നു, പക്ഷേ ഞങ്ങൾക്കും ഒന്ന് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റിച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വാക്കുകളാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. ചാനലിലൂടെ ഞാൻ അധികം ഗ്രോ ആയിട്ടില്ലെങ്കിലും എനിക്ക് പേഴ്സണലി വേണ്ടുന്നതായൊരു ഇൻകം ആണെങ്കിലും അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള കുറച്ച് പേർക്ക് വേണ്ടതായ ഹാപ്പിനെസ് ആണെങ്കിലും എൻ്റെ വീഡിയോയിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ അത് ഈ നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും അവരവരുടെ ഡ്രസ്സസെങ്കിലും അടിപൊളിയായിട്ട് തയ്ക്കണം എന്ന് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അല്ലാതെ എനിക്ക് തയ്ക്കാൻ തരുന്നൊന്നും അല്ലെങ്കിൽ പുറമേക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് ഓർഡേഴ്സ് എടുത്ത് ബൾക്ക് ക്വാണ്ടിറ്റി തയ്ച്ചു കൊടുക്കണമെന്ന് ഞാൻ ഒറ്റ വീഡിയോസിലും പറയാറില്ല. നമ്മൾ നമ്മുടേതായ ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്താൽ തന്നെ ഒരു മന്തിൽ അത്യാവശ്യം എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വലിയ വലിയ മോഡൽസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങുക. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ടൈമിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിച്ചിങ് മെഷീനിൽ പോയിരുന്നിട്ട് എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് പകുതിയോളം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്കും ആം ഹോളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കിലേക്ക് ടൈ ചെയ്യാനായിട്ടുള്ള ടൈബിൾ റോപ്പും അതുപോലെ തന്നെ റോപ്പ് ഇടുന്ന ലൂപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഒരുവിധം കഴിയാറായി. ഇനി നമ്മുടെ ബോട്ടം പോർഷൻ അറ്റാച്ച് ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമ്മളുടെ സ്റ്റിച്ച് ചെയ്ത പോർഷൻസ് ഒന്നും തന്നെ പുറമേക്ക് കാണാത്ത രീതിയിൽ സെക്യൂർ ചെയ്തിട്ടാണ് നമ്മൾ നല്ല ഭംഗിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഇയർ നമുക്ക് വേണ്ടതായ എല്ലാ പോസിറ്റിവിറ്റിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ തളർത്തുവാനും നമ്മളെ പിന്നിലേക്ക് വലിക്കുവാനായിട്ട് കുറേ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന എനർജി നമ്മൾ മാത്രമായി തീരണം. നമ്മളെ എത്ര തന്നെ തളർത്താൻ നോക്കിയാലും നമ്മൾ തളർന്നു പോവില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ഉണ്ടാവട്ടെ. എല്ലാറ്റിനും പോസിറ്റീവായിട്ട് മാത്രം കാണട്ടെ. എല്ലാറ്റിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം നിങ്ങൾക്ക് വരട്ടെ. അങ്ങനെ ഈ ഒരു ഇയർ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം.
ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതായ ഫ്രോക്ക് നല്ല ഭംഗിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ ഒന്നുകൂടി നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ അത്രയും ഒരു കളറിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണുന്നത്, പക്ഷെ നല്ലൊരു ബ്ലൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നല്ല ഭംഗിയിൽ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വൺസ് അഗെയിൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ന്യൂ ഇയർ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയട്ടെ. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.